Hi guys, welcome back to Landzone Hub after a really long time. As you can see, ഇപ്പോൾ iOS 18 ഔട്ട് ഫോർ പബ്ലിക് റിലീസായിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഓവർ ദ എയർ അപ്ഡേറ്റ് ചെയ്യാതെ എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഐട്യൂൺസിൽ കൂടെ അപ്ഡേറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ലാപ്ടോപ്പിൽ വിൻഡോസ് ആണെങ്കിൽ ഐട്യൂൺസ്, മാക് ആണെങ്കിൽ ആപ്പിൾ മ്യൂസിക് തുറന്നിട്ട് ഞാൻ പറയുന്ന സെയിം സ്റ്റെപ്സ് ജസ്റ്റ് റിപ്പീറ്റ് ചെയ്താൽ മതി. സോ ഐട്യൂൺസിലേക്ക് പോവുക. നിങ്ങളുടെ ആപ്പിൾ ഐ ഡി വെച്ച് സൈൻ ഇൻ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ഐട്യൂൺസ് ഡൗൺലോഡ് ചെയ്യുക. മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ ജസ്റ്റ് ഡൗൺലോഡ് ഐട്യൂൺസ് ഫോർ വിൻഡോസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അടിച്ചു കൊടുത്താൽ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അടുത്തത് നിങ്ങൾ ഒരു ചാർജിങ് കേബിൾ, ഇപ്പോൾ എൻ്റെ ഐഫോൺ 15+ ആയതുകൊണ്ട് ടൈപ്പ് സി ആണ്. സോ ഒരു ടൈപ്പ് സി പോർട്ടും ടൈപ്പ് സി കേബിളും നമ്മുടെ ഐഫോണും എടുക്കുക. നേരെ ഐഫോണിലേക്ക് ഈ ഒരു ഇത് പ്ലഗ് ചെയ്യുക. ഐഫോൺ പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ഐട്യൂൺസിൽ നമ്മുടെ ഫോൺ ഡിറ്റക്റ്റ് ചെയ്യും. സോ ഈ ഒരു ഡിറ്റക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന് വേറെയും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മുമ്പ് ചെയ്യാനുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഇത് ഫോൺ പ്ലഗ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു മെനുവിലേക്ക് വരും. അതായത് ഇവിടെ ഒരു ഫോണിൻ്റെ ഐക്കൺ കാണാൻ പറ്റും ഏറ്റവും മുകളിൽ, ഈ കാണുന്ന പോലെ. ഇത് പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു മെനുവിലേക്ക് വരും. ഓക്കെ, അതായത് നമ്മുടെ ഫോണിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറയുന്നൊരു മെനുവിലേക്ക് വരും. ഇവിടെ ഐക്ലൗഡ് ആയിരിക്കും കിടക്കുന്നത്. ഇത് ദിസ് കമ്പ്യൂട്ടർ ആക്കണം. എന്നിട്ട് ബാക്കപ്പ് നൗ അടിക്കണം. അപ്പോൾ ഇവിടെ ബാക്കിംഗ് അപ്പ് ഐഫോൺ 15+ അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ ഡിവൈസ് അങ്ങനെ കാണിക്കും. ദിസ് മേ ടേക്ക് എ ലിറ്റിൽ ബിറ്റ് ടൈം ബിക്കോസ് നിങ്ങളുടെ ഫുൾ ഫോൺ ഈ ലാപ്ടോപ്പിലേക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. സോ 1 TB 2 TB ഒക്കെ 512 1 TB ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കുക. ദാറ്റ്സ് ഗോണ ടേക്ക് എ റിയലി ലോട്ട് ഓഫ് ടൈം. ബിക്കോസ് നമ്മൾ ശരിക്കും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു മിനിറ്റ്, അപ്പോൾ ഇവിടെ എൻ്റെ ഇടയ്ക്ക് ട്രസ്റ്റ് ദിസ് കമ്പ്യൂട്ടർ എന്നൊക്കെ പറയും. സോ ഇവിടെ നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, ബേസിക്കലി ഓവർ ദെയർ അപ്ഡേറ്റ് കൂടെ ചെയ്യുമ്പോൾ എന്തൊക്കെയാണോ പുതിയ ഫീച്ചേഴ്സ്, ആ ഒരു ഫീച്ചേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ആ ഒരു പുതിയ ഫീച്ചേഴ്സ് മാത്രമാണ് ഇപ്പോൾ എക്സിസ്റ്റിംഗ് വേർഷൻ്റെ മുകളിൽ കൂടെ റൺ ചെയ്യുന്നത്. അത് കുറച്ച് ഗ്ലിച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ കുറേ അധികം സാധ്യത ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ മേജർ അപ്ഡേറ്റ്സ്, ഫോർ എക്സാമ്പിൾ 17 to 18 അല്ലെങ്കിൽ 18 to 19, അതൊക്കെ നിങ്ങൾ ഐട്യൂൺസിൽ പ്ലഗ് ചെയ്തിട്ട് ഫുൾ ഐട്യൂൺസിൻ്റെ സോഫ്റ്റ്വെയർ വഴി iOS 18 ഫുൾ ഫയൽ ഡൗൺലോഡ് ചെയ്ത് ഫ്ലാഷ് ചെയ്യാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതവിടെ ബാക്കിംഗ് അപ്പ് നടക്കുന്ന സമയത്ത് നമുക്ക് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാം. അത് ഇവിടെ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, പുറത്തുനിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഞാനത് പുറത്തുനിന്നാണ് ചെയ്തത്. സോ നമ്മൾ നേരെ ഗൂഗിളിലേക്ക് പോവുക. നിങ്ങളുടെ ബ്രൗസർ ഏതാണോ അവിടേക്ക് പോവുക. അവിടെ IPSW എന്നടിക്കുക. സോ ഇവിടെ IPSW.me എന്ന് പറഞ്ഞിട്ടൊരു സാധനം കാണിക്കും. ഇവിടെ നിങ്ങളുടെ ആപ്പിളിൻ്റെ എല്ലാ ഡിവൈസസിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ടാകും. കുറച്ച് ആഡ്സൊക്കെ വരും, കാര്യമാക്കേണ്ട. അത് ഒഫീഷ്യലാണ് ഗൈസ്, പേടിക്കണ്ട, ഉടായ്പല്ല. ഇവിടെ നിങ്ങളുടെ ഫോൺ ചൂസ് ചെയ്യുക. ഇപ്പം ഞാൻ ഐഫോൺ 15+ ആണ് യൂസ് ചെയ്യുന്നത്. ഐഫോൺ 15+ അടിച്ചു. ഇവിടെ അവൈലബിൾ വേർഷൻസ് ഉണ്ട്. 17.6.1, 17.6.1 വേറൊരു വേർഷൻ, പിന്നെ 18. ഈ 18 ടാപ്പ് ചെയ്യുക, ഡൗൺലോഡിങ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സോ ഞാനത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആസ് യു ക്യാൻ സി ഇവിടെ ഉണ്ട്. iOS 15 ഈ റീസ്റ്റോർ എന്ന് പറയുന്ന ഫയലാണ് നമ്മുടെ ഫുൾ സോഫ്റ്റ്വെയർ ഫയല്. 8.01 GB ഉണ്ട് അത്. സോ നമ്മുടെ ബാക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ അപ്ഡേറ്റ് എന്ന് പറയുന്ന സാധനം അടിക്കുമ്പോൾ ഷിഫ്റ്റ് കീ അമർത്തി അപ്ഡേറ്റ് ചെയ്യണം. ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലോക്കൽ ഫയൽസ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ സോഫ്റ്റ്വെയർ ഒന്നും കൂടെ ഡൗൺലോഡ് ചെയ്യും. നമ്മളിപ്പോൾ കറൻറ്റ്ലി ഡൗൺലോഡ് ചെയ്ത് വെച്ച വേർഷൻ ബ്രൗസ് ചെയ്ത് ഇവിടേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ Shift+ അപ്ഡേറ്റ് മെനു വരും. ഇവിടെ നമ്മൾ ഡൗൺലോഡ്സിൽ പോയിട്ട് ഈ ഒരു ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ iTunes will update your iPhone to iOS 18 and will verify the update with Apple. അപ്ഡേറ്റ് കൊടുക്കുക. സോ എക്സ്ട്രാക്ടിങ് സോഫ്റ്റ്വെയർ. This may take a little bit time. Enter the passcode on Lance iPhone 15+ to continue this iOS update. സോ ഇവിടെ ഇങ്ങനെ ചോദിക്കും, പാസ്കോഡ് കൊടുക്കുക. പാസ്കോഡ് കൊടുത്തതിന് ശേഷം this is going to take a lot of time. iTunes is updating the software on this iPhone. ഓഫായി വരില്ല എന്ന് വിചാരിക്കാം. എല്ലാവർക്കും ഇപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് കേട്ടാൽ പേടിയാണ് ഗൈസ്, സത്യം. ആപ്പിൾ ആയിക്കോട്ടെ, OnePlus ആയിക്കോട്ടെ, സാംസങ് ആയിക്കോട്ടെ, വിവോ ആയിക്കോട്ടെ, ഓപ്പോ ആയിക്കോട്ടെ, ബീറ്റ് എനി ഫോൺ, OLED അല്ലെങ്കിൽ AMOLED ഡിസ്പ്ലേ ഉള്ള ഫോണാണോ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ആർ എ നൈറ്റ് മെയർ ഫോർ us. സോ
പ്രിപ്പയറിംഗ് ഐഫോൺ ഫോർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. ഈ ഒരു പ്രോസസ്സിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ ഫോൺ പലതവണ റീസ്റ്റാർട്ട് ആവും, പലതവണ റീബൂട്ട് ആവും, ആപ്പിൾ ലോഗോ കാണിക്കും, സ്പിന്നിങ് വീല് കാണിക്കും, ഇങ്ങനെ പ്രോഗ്രസ് ബാർ കാണിക്കും. ആരും ഒന്നും പേടിക്കണ്ട, ഒന്നും പറ്റില്ല എന്ന് വിചാരിക്കാം. പച്ചവര വന്നു കഴിഞ്ഞാൽ ഇരുന്ന് കരഞ്ഞോ, അത്രേ ഉള്ളൂ. ഓക്കെ, റിക്കവറി മോഡിലേക്ക് ആയിട്ടുണ്ട് ഫോൺ. നൗ പ്രിപ്പയറിംഗ് ഐഫോൺ ഫോർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. യെസ്, ഇടയ്ക്ക് പോവും, പിന്നെയും വരും. ആരും പേടിക്കണ്ട. കണക്റ്റ് ആവുന്ന സൗണ്ടും കേൾക്കും, ഡിസ്കണക്റ്റ് ആവുന്ന സൗണ്ടും കേൾക്കും. അതൊന്നും ഈ കേബിൾ ലൂസ് ആവുന്നതല്ല. മേക്ക് ഷുവർ യു ഹാവ് ആൻ ആക്റ്റീവ് എന്നല്ല, നല്ല സ്റ്റേബിളായിട്ടുള്ള USB കണക്ഷൻ ഉണ്ടാവണം. ഇവിടെ പോർട്ടിന് ലൂസ് കണക്ഷൻ ഉള്ളവരും കംപ്ലൈൻറ്റ് ഉള്ളവരൊന്നും ലാപ്ടോപ്പിൽ കുത്തി ചെയ്യാതിരിക്കാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. ബിക്കോസ് വെറുതെ അപ്ഡേറ്റിൻ്റെ ഇടയ്ക്ക് വെച്ച് ക്രാഷ് ആയി കഴിഞ്ഞാൽ വെറുതെ സോഫ്റ്റ്വെയർ പണിയാക്കണ്ട. സോ നമുക്ക് ഇതിന് ശേഷം കാണാം. ഇടയ്ക്ക് പലതവണ ഡിസ്കണക്റ്റ് ആവലും കണക്റ്റ് ആവലൊക്കെ ഉണ്ട്, പേടിക്കണ്ട. സോ പ്രോഗ്രസ് ബാർ വന്നിട്ടുണ്ട്. സോ വിൽ സി ആഫ്റ്റർ സം ടൈം. ഇപ്പോൾ ഇവിടെ ഐഫോൺ ഒന്നും കൂടെ റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പ്രോംപ്റ്റ് വന്നിരുന്നു, ഈ സെയിം ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞിട്ട്, അത് ഞാൻ പക്ഷേ കാണിക്കാൻ പറ്റിയില്ല. സോ ഇവിടെ പിന്നെ ഒരു പ്രോഗ്രസ് ബാർ വരും, ആരും പേടിക്കണ്ട. അതിൻ്റേതായ വഴിക്ക് വിടുക. ഇടയ്ക്ക് പലതവണ ഡിസ്കണക്റ്റ് ആവലും കണക്റ്റ് ആവലും ഉണ്ടാവും. അത് ലൂസ് കണക്ഷൻ ആണെന്ന് വെച്ചിട്ട് ഈ കേബിൾ ഊരാതിരിക്കുക എല്ലാവരും. ഓക്കെ, ആ ഒരു കാര്യത്തിൽ മാത്രം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. iOS 18 അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഫോൺ ആക്ച്വലി, പക്ഷേ ഇതിവിടെ റീസ്റ്റാർട്ടിംഗ് ആണ്. സി software update complete. Your iPhone has been updated to iOS 18. Continue. Agree. ഇതെല്ലാം അഗ്രി ചെയ്യുക. Don't share. Not now. Welcome to iPhone. സോ നമ്മുടെ ഫോൺ എങ്ങനെയാണോ ബാക്കപ്പ് ചെയ്തിരുന്നത് അത് അങ്ങനെ തന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് 18 തന്നെ അല്ലേന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒന്നും കൂടെ 2-3 വാൾപേപ്പർ ഏറ്റവും പുതിയത് വന്നിട്ടുണ്ട് 18-ൽ. അതൊന്ന് വേണമെങ്കിൽ കാണിച്ചു തരാം. ഒരു ഡൈനാമിക് വാൾപേപ്പർ വന്നിട്ടുണ്ട്. യെസ്, ഇത് ഡൈനാമിക്കിൽ കിടക്കട്ടെ. അതായത് അതിനനുസരിച്ച് കളർ മാറിക്കൊണ്ടിരിക്കും ഓരോ ദിവസത്തിൻ്റെ സമയം അനുസരിച്ച്. ആൻഡ് ഇത് കൂട്ടിയിടാം. ഓക്കെ, ആഡ് set as wallpaper pair. Okay, and yes, control center മാറിയിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ മൊബൈൽ ഡാറ്റയൊക്കെ ഓൺ ആക്കണമെങ്കിൽ ഇവിടേക്ക് പോയാൽ മാത്രമേ ഓൺ ആക്കാൻ പറ്റുള്ളൂ. അതൊരു വൃത്തിയായിട്ട പരിപാടിയായി. എനിവേ, സോ ഗൈസ്, ബേസിക്കലി ദിസ് ഇസ് iOS 18. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ iOS 18 ഞാൻ കുറച്ച് നാളുകൾക്ക് ശേഷം ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. സോ അതുവരേക്കും നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇനിയിപ്പോൾ ചെറിയൊരു ഗ്ലിംസ് പോലെ കാണിക്കണമെങ്കിൽ ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഡാർക്ക് മോഡ് ഐക്കൺസ് ഉണ്ട്, ഡാർക്ക് വാൾപേപ്പർ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. ആൻഡ് സോ ബേസിക്കലി ദാറ്റ്സ് ഇറ്റ്. ആനിമേഷൻസൊക്കെ വളരെ സ്മൂത്താണ്. ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി അപ്ഡേറ്റിന് ശേഷം. മെസ്സേജിങ്ങിൽ കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്, സഫാരിയിൽ കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. ബേസിക്കലി ഇനി ബാറ്ററി ഹെൽത്തിൽ ഡീഗ്രഡേഷൻ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇല്ല, ഇറ്റ് വാസ് 96 ബിഫോർ, ഇപ്പോൾ 96 ആണ്. പിന്നെ സെറ്റിങ്സിൽ കുറേ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ജനറലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ലേ ഔട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. സോ ബേസിക്കലി ദാറ്റ്സ് ഇറ്റ്. ദിസ് ഇസ് എ റിയലി നൈസ് അപ്ഡേറ്റ് ഐ ഗസ്. പിന്നെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, മ്യൂസിക്, ഹാപ്റ്റിക്സ്, പിന്നെ എന്താ പറയുക, ഐ ട്രാക്കിംഗ്, അങ്ങനെ കുറേ ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് ഉണ്ട്. എല്ലാം നമുക്ക് വഴിയെ പറയാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് വേറൊരു വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട്. സോ ഗൈസ്, ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും മുന്നിലേക്ക് വരുന്നതായിരിക്കും. ദിസ് ഇസ് മീ യുവർ ഫ്രണ്ട് ലാൻസ് ബിയോ സൈനിങ് ഓഫ് ആൻഡ് ബൈ ഫോർ നൗ.